സ്ത്രീകൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നത് ഈ രാജ്യത്ത് തന്നെയാണ് സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ ഫെയിമിന് വേണ്ടി പുരുഷന്മാരെ കേവലം ഒരു യൂസ് ആൻഡ് ത്രോ ടൂളാക്കുന്നത്. ഈ രാജ്യത്തെ തുണയില്ലാത്ത സ്ത്രീകൾക്ക് അവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് നിയമ സംവിധാനങ്ങൾ പ്രത്യേക ആനുകൂല്യങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷെ അർഹിച്ച കരങ്ങളിലേക്ക് ആ നിയമ സംവിധാനങ്ങൾ വഴി എത്തേണ്ട നീതി എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി മൗനം മാത്രമായിരിക്കും. കാരണം ഇന്ന് ആ നിയമങ്ങൾ കൊണ്ട് തിന്നുകൊഴുത്ത് ജീവിക്കുന്നത് കാലം ഇത്രയും ചോര നീരാക്കി തീറ്റിപ്പോറ്റി വളർത്തിയ തന്തയ്ക്ക് നേരെ പോലും സോഷ്യൽ മീഡിയ ഫെയിമിന് വേണ്ടി ആരോപണം ഉന്നയിച്ച് അതിലൂടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ആളുകളുടെ സിമ്പതിയെ സോഷ്യൽ മീഡിയ ലൈക്കുകളായിട്ടും ഫോളോ റിക്വസ്റ്റുകളായിട്ടും കൺവേർട്ട് ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻ നേടിയെടുക്കാൻ ഓടുന്ന നെറികെട്ട വർഗങ്ങളാണ്. ഇതുപോലെയുള്ള ദുരുപയോഗങ്ങളുടെ അനന്തരഫലമെന്തെന്നാൽ നാളെ ഇരയായ പെൺകുട്ടിയെ പോലും സമൂഹത്തിൽ വിശ്വസിക്കാൻ ഭയമാകും. അതിലൂടെ തെറ്റ് ചെയ്തവൻ സ്വയം പുണ്യാളനായി മാറുകയും ചെയ്യും. അതിനും കാരണം ഒരു സ്ത്രീ തന്നെയാണ്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും നിരപരാധിയായ പുരുഷന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്ന ക്രിമിനൽ സ്വഭാവമുള്ള സ്ത്രീ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതി സംവിധാനത്തോടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് സ്ത്രീ എന്ന പരിഗണന ടാഗ് നൽകി തലോടാതെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഇനിയെങ്കിലും സാധിക്കണം.